ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. നമുക്ക് തലയിൽ ഉണ്ടാകുന്ന താരം വെച്ചിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാവും, ഇറിറ്റേഷൻസ് ഉണ്ടാവും, ഫേസിൽ വരുന്ന പിമ്പിൾസ്, അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. ബോയ്സും ഗേൾസും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടാലോ? അതിന് ആദ്യം തന്നെ എടുക്കുന്നത് കുറച്ച് നീം പൗഡറാണ്. നമ്മളുടെ ഹെയറിലേക്ക് ആവശ്യമുള്ള നീം പൗഡർ എടുത്താൽ മതി കേട്ടോ. നമ്മൾക്ക് സ്കാൽപ്പിലേക്കാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നീം പൗഡർ എടുത്താൽ മതി. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എഗ്ഗാണ്. നമുക്ക് സ്മെൽ പ്രശ്നമുള്ളവർ അതിലത്തെ യെല്ലോ പോർഷൻസ് ഒഴിവാക്കാം. ഞാൻ ഒരു എഗ്ഗ് മുഴുവനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ആഡ് ആക്കുന്നത് കുറച്ച് ലെമണാണ്. ഇറിറ്റേഷൻ ഉള്ളവർ ലെമൺ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന തൈരാണ്. ആവശ്യത്തിന് തൈരും യൂസ് ചെയ്യാം കേട്ടോ. മുട്ടൻ്റെ മണം ഇഷ്ടമല്ലാത്തവർ ആ യെല്ലോ പോർഷൻ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മുട്ട അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നീം പൗഡർ കിട്ടാത്തവരാണെങ്കിൽ ഹെന്ന പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം തലയിൽ. അപ്പോൾ അതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയറൊക്കെ ഒന്ന് ചീവി അതിലത്തെ ജടയൊക്കെ ഒന്ന് കളയണം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പിലോട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കാണിച്ചതുപോലെ സെക്ഷനായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാൽപ്പിൽ എല്ലാവിടെയും ആവണം കേട്ടോ. ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഒരേപോലെ ആവണം. നമുക്ക് തലയിലൊക്കെ നന്നായി തേച്ചിട്ട് വന്നിട്ടുണ്ട്. താരനുള്ളവിടെ കൂടുതൽ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇങ്ങനെ ഒരു വീക്ക്ലി വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബോയ്സിനായിക്കോട്ടെ ഗേൾസിനാണെങ്കിലും ഒരേപോലെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയും വേണ്ട, ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയും വേണ്ട. നമ്മൾ ഒരുപാട് ലൂസായി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആക്കും. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരാം. കുറച്ച് മീഡിയം ലെവലിലായിരിക്കണം ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേമാതിരി നിന്നോളൂ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് ലെമൺ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ലെമൺ നമുക്ക് ഇറിറ്റേഷനൊന്നും ഇല്ല എന്നാണെങ്കിൽ യൂസ് ചെയ്യാം. ഇറിറ്റേഷൻ ഉള്ളവർ നമ്മൾ ലെമൺ അവോയ്ഡ് ചെയ്യുക. പിന്നെ ലെമൺ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ ഓയിലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഹെയറിലും ഓയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ പാക്ക് ഉണ്ടാക്കുമ്പോഴും അതിലോട്ടും കുറച്ച് ഓയിൽ ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.